ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45-ാം തിരുവചനം. യോഹന്നാൻ 6:45. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ബൈ ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും. ആമേൻ. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ സ്കൂളാണ്. സഭ കർത്താവിൻ്റെതാണ്. സഭയുടെ സ്ഥാപകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒന്നുമല്ല. സഭയുടെ അടിസ്ഥാന പത്രോസ് എന്ന് പറയുമല്ലേ, ക്രിസ്തു എന്ന് പറയാം. അപ്പൊ ആ സഭയുടെ തലവൻ യേശു ക്രിസ്തുവാണ്, പോപ്പല്ല. കർത്താവ് യേശു ക്രിസ്തുവാണ് സഭയുടെ തലവൻ. ഹല്ലേലൂയ. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിയുമാണ്. എഫെസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശുവാണ് സഭയുടെ തലവൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സഭയെ യേശു പറയുന്നത് വേണം അനുസരിക്കാൻ. സ്തോത്രം. പക്ഷെ ഇന്ന് യേശു പറയുന്നതല്ല അനുസരിക്കുന്നത്, പറയാത്തതാണ് അനുസരിക്കുന്നത്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം സത്യവേദ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. സത്യവേദ പുസ്തകം, ബൈബിളൊന്നല്ല, സത്യവേദ പുസ്തകം. ഒരിക്കലും കത്തോലിക്ക പള്ളിയിലെ അച്ഛനോട് കപ്പേരി ചോദിച്ച, അച്ഛൻ ഈ കത്തോലിക്കരുടെ ബൈബിളും പെന്തക്കോസ്തക്കാരുടെ ബൈബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദിച്ചതാരം? പള്ളിയിലെ കപ്പേര്. അച്ഛൻ കഴിഞ്ഞ സെക്കൻഡ് പ്ലേസ് ആർക്കാ ഉള്ളത്? അപ്പൊ ഈ കപ്പ്യാരച്ചനും പറഞ്ഞില്ല. അപ്പൊ ഈ കപ്പ്യാരച്ചൻ ചോദിച്ച ചോദ്യത്തിന് അച്ഛൻ കൊടുത്ത മറുപടി, എടാ, നമ്മുടെ ബൈബിളില് അതിന്റെ മുകളിലായിട്ട് എഴുതിയിരിക്കുന്നത് എന്തെന്നാണ്? ബൈബിൾ. ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്തക്കാരുടെ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താണ്? സത്യവേദ പുസ്തകം. ഇപ്പൊ നിനക്ക് മനസ്സിലായ? ഇപ്പൊ എനിക്ക് മനസ്സിലായച്ച. അപ്പൊ നമ്മളത് വെറും ബുക്ക് മാത്രം, അതാണ് സത്യവേദ പുസ്തകം. ഇത് ഒരു പാസ്റ്റർ പറഞ്ഞതല്ല, ഇടവക അച്ഛൻ പറഞ്ഞത് സത്യമാണ്. അപ്പൊ ഈ സത്യവേദ പുസ്തകത്തിലുള്ളത്, ഈ ബൈബിളിലുള്ളത് സത്യം വിളിച്ചു പറയാനെങ്കിൽ ഇത് പലർക്കും പേടിയാണ്. ഹല്ലേലൂയ. ആദ്യ പുരോഹിതൻ മാത്രമേ സത്യം വിളിച്ചു പറയുള്ളൂ. മനസ്സിലോ? ഈ ഇന്ന് ഞാൻ പുതിയതായിട്ട് കാണുന്ന സഹോദരങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി, ഞാൻ റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പൂച്ചിൻ സഭ, ആ സഭയിൽ ഞാൻ 22 വർഷം ഉണ്ടായിരുന്നു. അതിൽ 9 വർഷം പുരോഹിതനായിരുന്നു കൊണ്ട് കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിന്റെ ധ്യാന ഗുരുവായി ഞാൻ പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000-ൽ എന്റെ കർത്താവ് എന്റെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കി മാറ്റി. വിശുദ്ധ പൗലോസിനെ പോലെ ഞാനൊരു പക്ക പെന്തക്കോസ്ത് വിരോധിയായിരുന്നു. ഏതെല്ലാം പള്ളികളിലെ രൂപതകളിൽ ധ്യാനിപ്പിക്കാൻ പോകുന്നു അവിടെയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് പെന്തക്കോസ്ത് കൂട്ടായ്മകളെയാണ്. സ്തോത്രം. അങ്ങനെ പെന്തക്കോസ്ത് വിരോധിയായിരുന്ന എന്നെ ഇന്ന് കർത്താവ് ഈ പുസ്തകം എന്റെ കയ്യിൽ പീഡിപ്പിച്ചിട്ട് പറഞ്ഞു, ഗോ ടു ദ ഹോൾ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. ലോകത്തിന്റെ നാനാഭാഗത്തും പോയി സകല സൃഷ്ടികളോടും സത്യ സുവിശേഷം അറിയിക്കാൻ. ഹല്ലേലൂയ. 2000 വരെ ഞാനൊരു 9 വർഷം ഞാനൊരു മതപുരോഹിതനായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് ആ മതപൗരോഹിത്യത്തിൽ നിന്നും രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയതിന് ശേഷം 25 വർഷം ആയി ഞാൻ ഈ പുസ്തകമായിട്ട് ഓടാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന കാലഘട്ടം കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ കാലഘട്ടമാണ്. ഇനി നമുക്കധികം സമയമില്ല ഇവിടെ പിന്നെ സഭയുടെ പേരിലും അല്ലെങ്കിൽ മറ്റു പല ആശയങ്ങളുടെ പേരിൽ തമ്മിലടിക്കാൻ. ഹല്ലേലൂയ. അങ്ങോട്ട് ഇങ്ങനെ കരങ്ങൾ കൊടുത്തിട്ടാ ഇനി നമുക്ക് തമ്മിലടിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും തമ്മിലടിച്ചോണ്ടിരിക്കേ.
നിർഭാഗ്യം എന്ന് പറയട്ടെ, വളരെ സങ്കടത്തോടെ പറയട്ടെ, കുർബാനയുടെ പേരിൽ വയ്യ ഒരു കാര്യം വ്യക്തമാക്കണം. കർത്താവിന്റെ സഭയിൽ കർത്താവ് കൽപ്പിച്ചു തന്ന രണ്ട് കൽപ്പനയാണ്. ഒന്ന് സ്നാനവും, രണ്ട് കർത്തൃമേശയും. കർത്തൃമേശയുടെ പേരിൽ ഒരിടത്തും അറിയില്ല, ഒരു രാജ്യത്തില്ല. പക്ഷെ കുർബാനയുടെ പേരിൽ അടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലായ? കർത്താവിന്റെ സഭയിൽ കർത്തൃമേശയുള്ളൂ. മനുഷ്യനിർമ്മിതമായ സഭയിൽ ബലിയർപ്പണമുണ്ട്. ആ ബലിയർപ്പണത്തിന്റെ പേരിൽ കർത്താവ് വരുന്നവരടിയുണ്ടാവും. ചിലപ്പോ കർത്താവ് വരുമ്പോഴത്തേക്ക് ഈ അടിയുടെ പേരിൽ കേസ് കൊടുത്തവര് കേസ് നടത്താനായിട്ട് പോയിട്ട് വരുമ്പോ ഒരുങ്ങിയിരുന്നവരെല്ലാം കർത്താവിന്റെ കൂടെ പോവും. കന്യാസ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ധ്യാനിപ്പിക്കുന്ന സമയത്ത്, ധ്യാനത്തിന്റെ ആരംഭ ദിവസത്തിൽ എടുക്കുന്നത് ഈ 10 കന്യകമാരുടെ ഉപമയാണ്. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയുള്ളവർ. ബുദ്ധിയുള്ളവർ എന്ന് കരുതി വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഉറക്കം തൂങ്ങികളല്ലായിരുന്നു. മണവാളൻ വന്നു, മണവാളന്റെ കൂടെ അവർ പോയി. എന്നാൽ ഈ എണ്ണ കരുതാതെ ഉറക്കം തൂങ്ങികള് എണ്ണ വാങ്ങിക്കാനായി തിരിച്ചു വന്നപ്പോഴത്തേക്കും അങ്ങനെ 5 പേരും കൂടി ചേർന്നിരുന്ന് തീരുമാനിച്ച തീരുമാനമാണ് നമുക്കിനി കോൺവെന്റ് തുടങ്ങാം എന്ന് ഞാൻ പറയുമ്പോ ചെറുപ്പക്കാരികളായ കന്യാസ്ത്രീകളോടുള്ള ചിരിച്ചാന്തകളെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മറിഞ്ഞു വീഴും. അതിന്റെ കൂടെ തന്നെ 10 ഓരോ ബാച്ചില് 100-200 പേര് ഈ പ്രായമുള്ള കന്യാസ്ത്രീകളുണ്ടല്ലോ, അവരെല്ലാം ചിരിക്കാതെ ഇങ്ങനെ മുസ്ലിം പിടിച്ച് മുരിക്കൊക്കെ വിളിക്കും. സ്തോത്രം. ഇനി നമുക്ക് മന്ദബുദ്ധികളായിട്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എണീക്കുക. This is the last hour. Hallelujah. എന്താ ആലയത്തിൽ വന്നത് ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. നാളെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ആർക്കറിയാം? ഹല്ലേലൂയ. അപ്പൊ ഇന്ന് കർത്താവ് കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പോയാൽ പോരാ. സ്തോത്രം. ഇന്ന് വന്നിട്ടുള്ള മക്കളിൽ എത്ര പേര് സ്നാനപ്പെട്ടിട്ടുണ്ടോ? അത് കൈവെക്കാവോ? ഹല്ലേലൂയ. കൂട്ടം സ്നാനം ഇവിടെ അല്ലേ? ഓക്കെ. ഈ വർഷം തന്നെ get ready and be the son of child of Jesus. Okay. ഇത് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ. അവിടെ ഇവിടെ കരങ്ങൾ കൊടുക്കും. ഇടയ്ക്ക് ഞാൻ കരം കൊടുക്കാൻ പറയുന്നതിന്റെ കാരണം അടുത്തിരിക്കുന്ന ആൾക്ക് ജീവനുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ്. അത് എപ്പോഴാണ് ഉറങ്ങിപ്പോണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് കരങ്ങൾ കൊടുത്ത് ഉറങ്ങിട്ട് വെറുതെ സ്നാനപ്പെട്ടാൽ പോരാ, ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാം. ഹല്ലേലൂയ. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വടി കൊടുത്ത് വടി ശരിക്കും കൊണ്ട് അടിക്കേണ്ടത് രക്ഷിക്കപ്പെടാത്തവരല്ല, രക്ഷിക്കപ്പെട്ട സാധനങ്ങളെയാണ് ഇനി ശരിക്കും അടിക്കേണ്ടത്. നല്ല അടിയുടെ കുറവ് ഇന്ന് എല്ലാ പെന്തക്കോസ്ത് സഭകളിലുണ്ട്. പൗലോസ് പറയുന്നത്, ഇനി ഞാനൊരു വടിയായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ എത്രയും പെട്ടെന്ന്. വെറുപടിയല്ല, കുറുവടിയുമായിട്ടും പൗലോസ് വരട്ടേതാണ്. അത്രയും അടിയുടെ കുറവ് ഉണ്ട്. അപ്പോ പരിശുദ്ധാത്മാവ് നമുക്കിന്ന് തരുന്ന മെസ്സേജ്, അതുപോലെ മൊബൈൽ ഫോണ് സൈലന്റിൽ ഇടുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകൂടെ എന്നോട് ഞങ്ങൾക്ക് കൂടെ പറ. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകൂടെ പറ. എടുക്കപ്പെടുന്നവരുടെ ഒരു പ്രാവശ്യം കൂടി. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ. ഫസ്റ്റ് പോയിന്റ്. 1, യേശുവിൽ വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ സ്കൂളിൽ വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ ബൈബിൾ മാത്രമല്ല കൂടെ ഒരു നോട്ട്ബുക്കും ഒരു പേനായും കൊണ്ടുവരേണ്ടത് അനുഗ്രഹമാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ സ്കൂളിൽ പരിശുദ്ധാത്മാവ് സ്വർഗീയ മന്നയാണ് വിളമ്പുന്നത്. നമ്മളൊക്കെ നല്ല രീതിയിൽ ഓർമ്മശക്തി കുറവുള്ളവരാണ്. ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഭയങ്കര ഓർമ്മശക്തിയാണ്. ഏതാണ് പറയാ?
അളിയൻ പറഞ്ഞ കാര്യമാണ്. എന്റെ ഇവിടെ ഇരിപ്പോട്ട് ഞാൻ മരിച്ചാലും മറക്കില്ല. അത്ര ഓർമ്മശക്തിയാണ് ദൈവത്തിന്റെ വചനം. എനിക്കറിയത്തില്ല. ജനിച്ച മുതൽ മൂക്കി പഞ്ഞു വെക്കുന്നവരെ കേൾക്കുന്ന ഒരേ ഒരു വചനം യഹോവ ആണ്. അത് ഒരു എല്ലാവരും ഇവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ബാക്കിയെല്ലാം ഇങ്ങനെ തൊട്ട് ഇപ്പുറത്തൂടെ കളയും. അങ്ങനെ ചെയ്യാതിരിക്കാനാണ് സ്തോത്രം പശുവിനെ പോലെ അയവിറക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് വിളമ്പി തരുന്ന സ്വർഗീയ മന്ന ഇവിടെ വെച്ചാൽ മാത്രം പോരാ, അത് വീട്ടിൽ ചെന്ന് ഒരു ആവർത്തി കൂടി ഒന്ന് വായിക്കുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ വീണ്ടും ഇല്ലേ പരീക്ഷയ്ക്ക് എങ്ങനെ വീട്ടിൽ പോയിരുന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് അപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിയുന്നത്, കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫില് നമ്മൾ പരാജയപ്പെട്ട് പോകാതിരിക്കാനാണ് ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. തറവാട്ടിൽ പോകാനാണ്. ഏതാ തറവാട്? കൊട്ടാരക്കരയല്ല. അങ്ങോട്ട് വീട് നോക്കിയിട്ട് പറ. തറവാട്ടിൽ പോകേണ്ട ജോലി ചോദിച്ചിട്ട് തറവാട്ടിൽ പോകേണ്ട ജോലി. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വമോ എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്വത്തിലെ ഫസ്റ്റ് പോയിന്റ് യേശുവിൽ വസിക്കുക. വചനം 1 യോഹന്നാൻ 2:27. 1 John chapter 2 verse 27. ഞാൻ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചതിന് ശേഷം ഒരു ആവർത്തിയോടെ വായിക്കാവുന്നതാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും, അത് പോഷ്കല്ല സത്യം തന്നെ ആയിരിക്കുകയാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേൻ. ആർക്കെങ്കിലും ഒന്നുകൂടെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉച്ചത്തിൽ വായിക്കാം. നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളിൽ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയാലും, അത് പോഷ്കല്ല സത്യം തന്നെ ആയിരിക്കയാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വിശ്വസിപ്പിൻ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരാൽ പ്രാപിച്ച? യേശുവിനാൽ പ്രാപിച്ച അഭിഷേകം. ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കിയ ആ അഭിഷേകം ഇപ്പോഴുണ്ട്. അതോ വരുന്ന വഴി ഊറിപ്പോയാണ്? ഹല്ലേലൂയ. അഭിഷേകം ഇല്ലാത്തിടത്തോളം കാലം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം അഭിഷേകം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കർത്താവിലുള്ള പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുന്നു എന്നാ പറഞ്ഞേ. ആ അഭിഷേകം നമ്മളിൽ വസിക്കുന്നെങ്കിൽ അതിന്റെ അടയാളം എന്താണെന്ന് പറയാമോ? അങ്ങോട്ട് ഇവിടെ കരങ്ങൾ കൊടുത്ത മുഖത്ത് നോക്കി പിടിച്ച മുഖത്തോട് നോക്കി. ഒരാൾ ഇടക്കാണ് ഇരിക്കുന്നെങ്കിൽ ആ ഇടക്കുള്ള ആൾക്ക് 2 കരമുണ്ടല്ല, അപ്പുറം ഇപ്പം ഓരോ കരം കൊടുത്തിട്ട് അങ്ങോട്ട് വീട് നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയാം. സ്കൂളും കോളേജും പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞാൽ പിന്നെ മറന്നുപോയി. അഭിഷേകം ഉള്ളതിന്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് എത്ര നാളായി അല്ലേ ഒന്ന് മുഖത്തോട് നോക്കി സ്നേഹത്തോടെ സംസാരിച്ചിട്ട്. പണ്ടെങ്ങോണ്ട് അല്ലേ വിവാഹത്തിന്റെ അന്ന് ഒന്ന് മുഖത്തോട് നോക്കി ഒന്ന് സ്നേഹത്തോട് സംസാരിച്ചതിന് പിന്നെ അത് കഴിഞ്ഞപ്പോണ്ടല്ല സ്തോത്രം ഇങ്ങനെ മൂങ്ങാടാൻ മോഹം പോലെ ആയിപ്പോയി. അഭിഷേകം നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ് കുടുംബത്തിലടി, കൂട്ടായ്മയിലടി. ചിന്തിച്ചു നോക്ക്. എന്നിട്ട് വചനം പറയുകയാണ്, ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അങ്ങനെ പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ വിജ്ഞാനവാദികൾ എന്നും പറഞ്ഞ ഒരു ദുരുപദേശ കൂട്ടായ്മ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആ രാജ്യത്തുണ്ടായിരുന്നു. അവർ പഠിപ്പിച്ചു നടന്നത് ഞങ്ങളാണ് കറക്റ്റ് എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് അപ്രകാരം എഴുതിയത്. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യം ഇല്ല എന്ന് വചനം അവിടെ പറയുമ്പോൾ
ഹല്ലേലൂയ. പള്ളേ, നിങ്ങൾ എന്നെ ഉപദേശിക്കണ്ട കേട്ടാപ്പ. ഒരു ഉപദേശം വന്നിരിക്കുക. ഐ നോ ഹൗ ടു ഡു, വാട്ട് ടു ഡു, വെൻ ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞ മനസ്സിലായി? സ്തോത്രം. കുഞ്ഞിയെ തെറിക്കുന്ന മൂക്കുമായിട്ടാണോ പലരും ഇവിടെ വന്നവരുടെ കാര്യമില്ല, അടുത്ത ആഴ്ച വരുന്നവരുടെ കാര്യമാണ്. ഇന്ന് വന്നവർക്കെല്ലാം ഉണ്ടല്ലോ അല്ലേ? മൂക്കൊണ്ടതിനുണ്ടല്ല, വന്ന വഴി ചീറ്റിയപ്പോ പോയില്ലല്ല. തുമ്പിയെ തെറിക്കുന്ന മൂക്കുമായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ ഇരിക്കരുത്.